UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു ഒരു ഗാഡ്ഗിലിനെ വയ്ക്കുകയുണ്ടായി ഈ വനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ. പക്ഷേ കഷ്ടകാലത്തിന് അധികം മൃഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്, മനുഷ്യനല്ല. വലിയ ആക്ഷേപമുണ്ടായി അന്ന്. ഇപ്പം ആ ആക്ഷേപത്തിൻ്റെ ഒരു അന്നത്തെ രക്തസാക്ഷിയാണല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ്. അത് അന്ന് തോൽക്കാൻ കാരണം എന്താ? ഇയാളുടെ ഗാഡ്ഗിലിൻ്റെ പേരിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട്, ആ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കസ്തൂരിരംഗനെ വെച്ചു. കസ്തൂരിരംഗൻ അത്ര അപകടം ചെയ്തില്ല, കുറേയൊക്കെ മയപ്പെടുത്തി. പക്ഷേ അതിനിടയ്ക്ക് ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു, എലക്ഷൻ വന്നു, UDF തോറ്റു, മറ്റേ UPA സർക്കാർ പരാജയപ്പെട്ടു, മോഡിയുടെ സർക്കാർ വന്നു. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, ഇപ്പോൾ ശ്രീ PJ ജോസഫും അനൂപ് ജേക്കബൊക്കെ ഉൾക്കൊണ്ട അന്നത്തെ UDF സർക്കാർ കേരളത്തിലെ അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടി ബഫർ സോൺ പരിധിയിൽ നിന്നും അവർ ഒഴിവാക്കേണ്ട പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉമ്മനെ ഒരു കമ്മീഷനാക്കി നിയമിച്ചു. വളരെ വിദഗ്ധമായി തന്നെ ഉമ്മൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൂടെ കൈമാറിയിട്ടാണ് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നത്. ഇത് കഴിഞ്ഞ് കേന്ദ്രത്തിൽ മോഡി സർക്കാർ വന്നപ്പോൾ ആ സർക്കാർ എന്ന് പറഞ്ഞത് പല സംസ്ഥാനങ്ങളും ബഫർ സോൺ വിഷയത്തിൽ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് എന്നന്ന് പ്രത്യേകം പ്രതിപാദിക്കുകയുണ്ടായി.